ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. മുകുന്ദമാല എന്ന ഭക്തികാവ്യത്തിലേക്ക് ഹാർദമായ സ്വാഗതം. 15ാമത്തെ മുകുന്ദമാലയിലെ ശ്ലോകം. മദ്രാക്ഷം ക്ഷീണപുണ്യാൻ ക്ഷണമഭിഭവദോ ഭക്തിഹീനാൻ പദാബ്ജേ മാശ്രൗഷം ശ്രാവ്യബന്ധം തവ ചരിതമപാസ്യാന്യദാഖ്യാനജാതം മാസ്മാർഷം മാധവ ത്വാമവിഭുവനപദേ ചേതസാപന്യുവാനാൻ മാ ഭുവം ത്വത്സപര്യാവൃതികരാരഹിതോ ജന്മജന്മാന്തരേപി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയില്ലാതെ പുണ്യം ക്ഷയിച്ചിട്ടുള്ള ജനങ്ങളെ കാണുവാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങയുടെ ചരിത്രമൊഴിച്ച് മറ്റു കഥകളൊന്നും ഞാൻ കേൾക്കാതിരിക്കട്ടെ. അല്ലയോ ലോകനാഥനായ ഭഗവാനെ, അങ്ങയെ മനസ്സുകൊണ്ടുകൂടി ഓർമ്മിക്കാതെ പാപികളെ ഞാൻ സ്മരിക്കാതിരിക്കട്ടെ. ജന്മജന്മാന്തരങ്ങളിൽ കൂടി അങ്ങയുടെ പൂജാകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനായി ഭവിക്കാതിരിക്കട്ടെ. കണ്ണ്, ചെവി, മനസ്സ് മുതലായ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ ചേർന്ന് നിൽക്കണമെന്ന് പറയുകയാണ്. ഈശ്വരനിൽ ഭക്തിയില്ലാത്തവരോടുകൂടി ജീവിച്ചാൽ നമ്മളും അതുപോലെ ആയിത്തീരും. അതുകൊണ്ട് അതിനിടവരാതിരിക്കട്ടെ. എല്ലാ ജന്മങ്ങളിലും, ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും എല്ലാ ജന്മങ്ങളിലും ഇതുപോലെ ഭഗവാന്റെ ഭക്തനായി ജനിക്കണമെന്ന് താല്പര്യം. ഭക്തിയുണ്ടായാൽ ഭഗവാന്റെ പാദസ്മരണ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സ് ഉറക്കും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.